ഹായ് മക്കൾസ്. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സോഷ്യൽ സയൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ സോഴ്സ്. ലാസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ടോപ്പിക്കിൽ ഹിസ്റ്റോറിക്കൽ സോഴ്സ്, ചരിത്രപരമായിട്ടുള്ള സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ആർക്കിയോളജിക്കൽ റിമൈൻസ്, പുരാവസ്തുക്കൾ, മോണുമെൻറ്റ്സ്, സ്മാരകങ്ങൾ, ലിറ്റററി വർക്ക്സ്, സാഹിത്യകൃതികൾ, ട്രാവലോഗ്സ്, സഞ്ചാരക്കുറിപ്പുകൾ, ന്യൂസ് പേപ്പറുകൾ, പത്രങ്ങൾ, ഒഫീഷ്യൽ ഡോക്യുമെൻ്റ്, ഔദ്യോഗിക രേഖകൾ. ഇതാണെന്തെന്ന് പറയുന്നത് ചരിത്ര സ്രോതസ്സുകൾ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിയോളജിക്കൽ റിമൈൻസിന് എക്സാമ്പിൾ പഠിക്കണം. ആർക്കിയോളജിക്കൽ റിമൈൻസിന് എന്ത് ചെയ്യണം മക്കൾ? എക്സാമ്പിൾ പഠിക്കണം. മോണുമെൻറ്റ്സ്, അതായത് സ്മാരകങ്ങൾ. ഏതൊക്കെ സ്മാരകങ്ങൾ? ലിറ്റററി വർക്ക്സ്, മണിപ്രവാളം, അങ്ങനത്തെ കുറച്ച് കാര്യം, വടക്കൻ പാട്ടുകൾ, പിന്നെ ഇന്ദുലേഖ, അതൊക്കെ എന്താ? അതൊക്കെയാണ് എക്സാമ്പിളുകൾ. പിന്നെ ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പറുകൾ. ന്യൂസ് പേപ്പറുകൾ എങ്ങനെയാണ് സ്രോതസ്സാണ്? പഴയ ന്യൂസ് പേപ്പറിലെ പഴയ കട്ടിങ്സുകൾ അതിലൂടെയൊക്കെ നമുക്ക് കാണുന്നില്ല. അതേപോലെ തന്നെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. എന്തൊക്കെയാണ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്? ഔദ്യോഗിക. ഇത് രണ്ടും എന്ത് ചെയ്യണം മക്കൾ? കൃത്യമായിട്ട് നോക്കിക്കണം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തായും ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടി. സെറ്റാണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണേ. അതായത് ഈ ചരിത്ര സ്രോതസ്സുകൾ എന്താണെന്ന് നോക്കി വെക്കണം. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നോക്കി വെക്കേണ്ട മറ്റൊരു സംഭവമാണ് ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസ്. ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് മക്കൾ? ഒരു വേസ്റ്റ് ലാൻഡ്, അതായത് വേസ്റ്റ് ആയിട്ടുള്ള കൺട്രി, അതായത് വേസ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് അല്ല, വാസ്റ്റ്, അതായത് വലിയ രീതിയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ വലിയ കൺട്രികൾ, സ്ഥലങ്ങൾ, അങ്ങനത്തെ റീജിയൻസ്, പ്രദേശങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് എന്തെന്ന് ചരിത്രം. ലോക്കൽ ഹിസ്റ്ററി ആണെങ്കിലോ ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ ചെറിയ രീതിയിൽ കൊടുക്കുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ലോക്കൽ ഹിസ്റ്ററിയും ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. അതേപോലെ തന്നെ സോഴ്സ് ഓഫ് ഹിസ്റ്ററി, അതായത് ചരിത്രത്തിൻ്റെ ഉറവിടങ്ങൾ എവിടെ നിന്നാണെന്ന് എഴുതി വെക്കുക. സെറ്റല്ലേ മക്കളെ? ഓക്കെ അല്ലേ? താങ്ക് യു.